അർച്ചന, മറ്റൊരു വിഷയം കൂടിയുണ്ട്. കാരണം ഈ തമ്മിലടി രൂക്ഷമായ സാഹചര്യം ബി ജെ പിയെ സംബന്ധിച്ച് കോർ കമ്മിറ്റി വിളിക്കാതെ യോഗത്തിലേക്ക് പോകാനുള്ള സുരേന്ദ്രൻ്റെ നീക്കത്തിന് തിരിച്ചടി ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ആ കോർ കമ്മിറ്റിയാണ് ഇന്നിപ്പോൾ കൊച്ചിയിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് സുരേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണോ ഉയരുന്നത്? എന്തൊക്കെയാണ് അതിൻ്റെ അറിയാനാകുന്ന വിവരങ്ങൾ? അജിംഷ, തീർച്ചയായും കോർ കമ്മിറ്റി യോഗത്തിന് മുന്നേ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പടയൊരുക്കം സുരേന്ദ്രനെതിരെ ഉണ്ടായിരുന്നു. അത് ഇന്ന് യോഗത്തിലും പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായും MP രമേശും അതുപോലെ കൃഷ്ണദാസ് പക്ഷവും അതുപോലെ ശോഭാ സുരേന്ദ്രനും എല്ലാം തന്നെ യോഗത്തിനെത്തിയിട്ടുണ്ട്. ഇവർ കൃത്യമായ കാര്യങ്ങൾ ഉന്നയിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും പാർട്ടി പാലക്കാട് തോൽവിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് പാർട്ടിക്കാർക്ക് നിന്നും സുരേന്ദ്രനെതിരെ ഉയരുന്നത്. സുരേന്ദ്രൻ രാജിവെച്ച് പോകണമെന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. അതുകൊണ്ട് നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഇവർ ഉന്നയിക്കാനുള്ള ഒരു സാധ്യത. എന്തായാലും ഇന്ന് മുന്നോട്ടുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്യുക എന്നാണ് നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞത്. എന്നാൽ പാലക്കാട് തോൽവിയും ഈ തോൽവിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഉണ്ടാകുമെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും BJP-യിലെ ഭിന്നത രൂക്ഷമായി തുടരുകയാണെന്ന് വ്യക്തമാക്കുന്നതാണ് നേതാക്കളുടെ എല്ലാം പ്രതികരണം. പല ചോദ്യങ്ങളിൽ നിന്നും അവർ ഇപ്പോഴും ഒഴിഞ്ഞു മാറുകയാണ്. ഈ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ വ്യക്തത വരുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ശോഭാ സുരേന്ദ്രനോട് ഇത്തരം വിഷയങ്ങൾ ചോദിച്ചപ്പോൾ കൂടുതൽ ഭിന്നത ഉണ്ടാക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ കുറച്ച് ഭിന്നത ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു. അത്തരത്തിൽ നേതാക്കളെല്ലാം തന്നെ ഇത്തരത്തിൽ ഭിന്നത സംബന്ധിച്ച് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും അതൊക്കെ വ്യക്തമാണ്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നേതാക്കൾ ഉന്നയിക്കും. അത്തരത്തിലൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് BJP-യിലെ കാര്യങ്ങൾ നീങ്ങുകയാണ്. അതിന്റെ യോഗത്തിൽ വന്ന് പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.